നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. തലസ്ഥാനത്തെ നഗരസഭാ ഭരണം ബി.ജെ.പി. നേടിയതിന്റെ ഭാഗമായി എത്തുന്ന നരേന്ദ്രമോദി റെയിൽവേയുടെ പരിപാടിയിൽ 4 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബി.ജെ.പിയുടെ പൊതുസമ്മേളനത്തിൽ നഗരസഭയുടെ വികസന ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിക്ക് കൈമാറും. പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനങ്ങളും 2 പരിപാടിയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ചടങ്ങ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ റോഡ് ഷോ എപ്പോൾ ആരംഭിക്കും? സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? മോദി പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കുന്നതിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള കാഹളം മുഴക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം വന്നെത്തുന്നത് 10 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലാണ്. അവിടെ നിന്ന് കാറിൽ അദ്ദേഹം എത്തുന്നത് നിൽക്കുന്ന ഓവർബ്രിഡ്ജിലാണ്. ഓവർബ്രിഡ്ജിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അദ്ദേഹം റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി വേദി, അതായത് 1/2 കിലോമീറ്റർ അകലെയുള്ള പുത്തരിക്കണ്ടം മൈതാനിയിലെ വേദിയിലേക്ക് പോകുന്നത്. 2 പരിപാടികൾ, ഒന്ന് ബി.ജെ.പിയുടെ പൊതുസമ്മേളനം, മറ്റൊന്ന് റെയിൽവേയുടെ പരിപാടി. ആദ്യ റെയിൽവേയുടെ പരിപാടി അതൊരു ചെറിയ പരിപാടിയാണ്, ചുരുങ്ങിയ സമയം മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം ബി.ജെ.പിയുടെ പരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം ബി.ജെ.പി. നേടിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വരവിൽ വലിയ പ്രഖ്യാപനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് നടന്നാണ് അദ്ദേഹം ഒരു 200 മീറ്റർ അകലെയുള്ള തകരപ്പറമ്പ് പാലത്തിന്റെ അതുവരെ ആയിരിക്കും അദ്ദേഹം റോഡ് ഷോ നടത്തുക. അദ്ദേഹത്തിന്റെ റോഡ് ഷോ കാണുന്നതിനുള്ള ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം. ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണാൻ എന്തെയാണല്ലോ ഈ ആവേശത്തിലാണോ? കണ്ടിട്ടുണ്ടോ PM-നെ? നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു ആവേശമാണോ? സ്കൂൾ ലീവ് എടുത്തു വന്നതാണ്. എവിടെയാ സ്ഥലം? പാറശാല. അപ്പോ ഇത്തവണ PM-നെ എവിടെ കാണാൻ സാധിക്കും? ഇവിടെ ഇറങ്ങി നടക്കുമെന്നാണ് പറയുന്നത്. വളരെ അടുത്ത് കാണാൻ കഴിയോ? എന്താ തോന്നുന്നു? വിശ്വാസമുണ്ട്, കാണാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിലും റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. പ്രവർത്തകരാണോ അതോ? പ്രവർത്തകരല്ല, നമ്മളല്ലാതെ കാണാൻ വേണ്ടി നമ്മളെ പ്രൈം മിനിസ്റ്ററെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അതിന് വേണ്ടി നമ്മൾ എത്തിയതാണ്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു നാളക്കേടല്ലേ. ഇവിടെ വന്ന് പ്രധാനമന്ത്രി വലിയ സെക്യൂരിറ്റിയിലാണ്. അപ്പോ കൈവീശിയൊക്കെ കഴിച്ചു പോകുന്നു. അടുത്ത് വരും, സംസാരിക്കുന്നതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചാച്ചാജി എനിക്ക് ഹിന്ദിയിൽ പറയാൻ അറിയില്ല. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ. സാധാരണ ബി.ജെ.പി. പ്രവർത്തകർ മാത്രമല്ല, ഒരുപാട് പേർ പ്രധാനമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നന്ദി മോദി എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയൊക്കെയാണ്. കാരണം തിരുവനന്തപുരം നഗരസഭാ ഭരണം നേടിയ ശേഷം പ്രധാനമന്ത്രി 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് എത്തുമെന്ന് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തിരുന്നു. അതുപ്രകാരം നഗരസഭാ മേയറായി വി രാജേഷ് ചുമതലയേറ്റ് ഒരു 27 ദിവസം തികയുന്നതിൻ്റെ അന്നാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ബി.ജെ.പിയുടെ ഭരണത്തിൽ എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന വലിയ പ്രതീക്ഷയും പ്രഖ്യാപനങ്ങളും ഒക്കെ കാത്തിരിക്കുന്നു. വികസനത്തിന്റെ ഒരു നയരേഖ ഇന്നിപ്പോൾ പിന്നെ ഒരു വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനം ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് മേയർ കൈമാറുകയാണ് പ്രധാനമന്ത്രിക്ക്. ഈ ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുക? ഈ ബ്ലൂ പ്രിന്റിൽ മോദി വികസന ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിക്ക് കൈമാറും. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ആദ്യമായി ഇവിടെ എത്തുമ്പോൾ തിരുവനന്തപുരം നഗരവാസികൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് ലഭിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായുള്ളൊരു പ്രഖ്യാപനമെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാണ്? കാരണം ബ്ലൂ പ്രിന്റ് എന്നത് ഒരു വികസന നയരേഖയാണ്. തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ, അത് വെള്ളക്കെട്ടിന്റെ പ്രശ്നമാണെങ്കിലും തെരുവുനായ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്രശ്നമാണെങ്കിലും പല വികസന മാതൃകകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തിരുവനന്തപുരം മാതൃകയിൽ എങ്ങനെ പരിഹരിക്കാം എന്ന നിർദ്ദേശമാണ് വികസന രേഖയിലൂടെ ബി.ജെ.പി.
ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനനുസൃതമായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഏതെല്ലാം രീതിയിലായിരിക്കും എന്നതിന്റെ പ്രഖ്യാപനം കൂടി ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം ഇന്നിപ്പോൾ ആദ്യം നടക്കുന്ന പരിപാടി റെയിൽവേയുടെ പരിപാടിയാണ്. റെയിൽവേയുടെ പരിപാടിയിൽ 4 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ്, അതിൽ 3 അമൃത് ഭാരത് ട്രെയിനുകളാണ്. ഈ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അനിശ്ചിതത്വങ്ങൾ നിൽക്കുന്നു. സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് പോകാത്തൊരവസരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബദൽ പദ്ധതി നിർദ്ദേശിക്കാനുള്ള സാധ്യത BJP കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് കേരള അതിവേഗ പാത എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും എന്ന പ്രതീക്ഷയുമുണ്ട്. ഏതായാലും അതെല്ലാം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെങ്കിൽ അതുണ്ടാകുക. ഏതായാലും എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. കാരണം അടുത്ത 1 മണിക്കൂറിനകം പ്രധാനമന്ത്രി ഈ ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ ഓവർബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒരുപാട് പേർ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെ ആദ്യമായിട്ടാണോ PM കാണുന്നത്? ഞാൻ ആദ്യമായിട്ടല്ല, നേരത്തെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നിരുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ തവണ റോഡ് ഷോയിൽ നിന്ന് കാണുന്നത്. ആദ്യമായിട്ട് റോഡ് ഷോ ഒരു പുതിയ അനുഭവമായിരിക്കും. റോഡ് ഷോ പുതിയ അനുഭവമായിരിക്കും. എവിടുന്നാ വരുന്നത്? ഞാൻ ചടയമംഗലം, കൊല്ലം ചടയമംഗലം, ജഡായുമംഗലം അവിടുന്ന് വരികയാണ്. ശരി. അപ്പോ ഇത്തവണത്തെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണത്തിന്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ? ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ എല്ലാവരും ആവേശത്തിലാണ്. തിരുവനന്തപുരം കണ്ടിട്ട് വേണം കേരളം ഞങ്ങളുടെ കയ്യിലേക്ക് വരാൻ, അതായത് മോദിയുടെ കയ്യിലേക്ക് വരാൻ, BJPയുടെ കയ്യിലേക്ക് വരാൻ. എങ്ങനെ നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? വെള്ളനാട്. വെള്ളനാടൊക്കെ പാർട്ടിക്ക് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ പ്രഖ്യാപനം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങള് തിരിച്ചെടുക്കാനാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഒരു ഭരണം ഉണ്ടാവണം, അത് അത്യാവശ്യ കാര്യമാണ്. ഈ നഗരസഭാ ഭരണം കിട്ടിയതിന്റെ ഒരു ആവേശത്തിൽ പ്രധാനമന്ത്രി വരുമ്പോഴേ പുതിയ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. നഗരസഭയിൽ കിടന്ന് ഓടനാണ്ടില്ലേ, പഴയ കള്ളത്തരങ്ങളെ പിടിക്കും. പ്രഖ്യാപനത്തോടു കൂടി ഇനി കേരളം ഇത് കണ്ടിട്ടാണ് ഇനി അടുത്ത് BJPയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി. ഇവിടെ കമ്മിറ്റി കള്ളങ്ങളാണ് കൂടുതലുള്ളത്. അതായത് സ്വർണ്ണക്കള്ളം എല്ലാം മാത്രമല്ല, അണ്ണനും തമ്പിയും കൂടെ ഭരണം നിർത്തുക, അണ്ണനും തമ്പിയുടെ ഭരണം നിർത്തുക, അതാണ് നമ്മുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് ആവേശം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസം മാത്രം അകലെയാണ്. പ്രചാരണത്തിന്റെ ഒരു ആവേശത്തിന്റെ ഒരു കൊട്ടിക്കയറൽ തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിന്റെ ഉദ്ദേശം. കാരണം തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയതിന്റെ ആവേശം, സന്തോഷം, നന്ദി പ്രകടിപ്പിക്കുക. കടന്നു വരുന്ന വഴികളിൽ കൂടിയുള്ള ഗതാഗതം ഏത് വഴിക്കാണ് ഇപ്പോൾ നിയന്ത്രിച്ചു വിടുന്നത്? മോദി, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ റോഡ് ഷോ കടന്നു വരുന്നത് കൊണ്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കൂടെയുള്ള ഗതാഗതം ഏത് വഴിയിലൂടെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്? റോഡ് ഷോ വരുന്നത് കൊണ്ട് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ SPGയുടെ നിയന്ത്രണത്തിലുള്ള പൂർണ്ണ സുരക്ഷ തന്നെയാണ്, SPG നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സുരക്ഷ തന്നെയാണ്. ഇപ്പോൾ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി വലിയ പ്രവർത്തകരുടെയും ജനങ്ങളുടെ നിര ഇവിടെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി ഏത് രീതിയിലായിരിക്കണം ഈ റോഡ് ഷോ നടത്തുക എന്ന അടക്കമുള്ള തീരുമാനമെല്ലാം തന്നെ അവസാന നിമിഷം SPG നേതൃത്വം, SPG ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് വന്ന് പ്രധാനമന്ത്രി ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് നടന്നു വരുമെന്നാണ്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രവർത്തകർ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി അദ്ദേഹം അതുവഴി കടന്നു പോകുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ സെക്യൂരിറ്റി നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ കാറിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാം, കാറിനുള്ളിൽ നിന്നാകാം. അതെല്ലാം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയായിരിക്കും. ഏതായാലും നഗരത്തിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നഗരത്തിൽ പല സോണുകൾ തിരിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് പൂർണ്ണമായ നിയന്ത്രണം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ശംഖുമുഖം വിമാനത്താവളം ഭാഗത്ത്, പുത്തരിക്കണ്ട കിഴക്കേക്കോട്ട ഭാഗത്ത് ഈ മേഖലകളിൽ ഡ്രോണിന്റെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി ദൃശ്യങ്ങൾ പകർത്തുക, അതുപോലെ തന്നെ അവിടെ നിലയുറപ്പിക്കുക തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ
പോലീസും SPGയും പൂർണ്ണമായ നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. മാത്രമല്ല പ്രധാന റോഡുകളിൽ നിന്ന് ഇട റോഡുകളിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് പാർക്കിംഗ് നിരോധനമുണ്ട്. അവിടെ കർശനമായ ഗതാഗത നിയന്ത്രണമുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളുണ്ട്. രാവിലെ 7 മുതൽ തന്നെ ഈ നിയന്ത്രണം പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെ. കാരണം പ്രധാനമന്ത്രി മടങ്ങിപ്പോകുമെന്ന് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 12 മണിയാണ്. അത് കഴിഞ്ഞ് 1 മണി വരെ നീണ്ടാൽ പോലും 2 മണി വരെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുള്ളത്. അത് കഴക്കൂട്ടം മേഖല മുതൽ ഉള്ള ഭാഗത്ത് ഈ നിയന്ത്രണം ബാധകമാവുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ റോഡിന്റെ 2 വശത്തായി നിലകൊണ്ടിട്ടുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ നിന്ന ഭാഗത്ത് പുറമെ കൂടുതൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എത്തിയതുകൊണ്ട് തന്നെ BJPയുടെ വോളണ്ടിയർമാർ ഇവിടെ 2 വശത്തായി പ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം, ഈ കാണുന്ന പ്രവർത്തകർ നിൽക്കുന്നതിന് ഇപ്പുറത്തും ഒരു ബാരിക്കേഡ് ഉണ്ട്. അതായത് ഈ പ്രവർത്തകർ നിൽക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് പോലീസിന്റെ ഒരു സുരക്ഷാ ബാരിക്കേഡ്. തിരുവനന്തപുരം നഗരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മറുഭാഗത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. പ്രധാനമന്ത്രി കേരളത്തെ സംബന്ധിച്ച് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ്. ആ നേട്ടം അവർ കൈവരിച്ച ദിവസം തന്നെ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളത് അവരുടെ വാഗ്ദാനമായിരുന്നു. 27ാം ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കാൻ പോവുകയാണ്. BJPയുടെ നയം അത് വികസനം പറഞ്ഞാണ്. അപ്പോൾ എന്തൊക്കെ വികസന പദ്ധതികൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതുകൂടി വലിയ ആകാംക്ഷയായി നിൽക്കുകയാണ്. നമുക്ക് അമലിലേക്ക് പോകാം. അമൽ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അമൽ, ഇന്ന് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ പല പരാതികൾ പണ്ട് കേട്ടിരുന്നു. ട്രെയിൻ സർവീസുകൾ കുറവായതുകൊണ്ട് അതിനുള്ള പരിഹാരം കൂടി ഇന്ന് ഉണ്ടാകും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് അപ്പുറവും ഇപ്പുറവുമായി 2 ട്രെയിനുകൾ കിടക്കുന്നു. 2 അമൃത് ഭാരത് ട്രെയിനുകളാണ് കിടക്കുന്നത്. ഒന്ന് മംഗളൂരിലേക്കും ഒന്ന് ിലേക്ക് പോകേണ്ട ട്രെയിനുകളാണ്. എല്ലാം ഒരുക്കി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പുത്രിക്കണ്ടം മൈതാനിയിൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമ്പോൾ ഇവിടെ നിന്നും ഈ 2 ട്രെയിനുകൾ പുറപ്പെടും. എനിക്ക് അപ്പുറയും ഇപ്പുറയുമൊക്കെ കാണുന്ന ഈ കുട്ടികളുണ്ട്. ഇതൊക്കെ തലസ്ഥാന നഗരിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. അല്പസമയങ്ങൾക്കകം തന്നെ അവർക്ക് ഇതിൽ യാത്ര ചെയ്ത് വർക്കല വരെ പോകാനാകും. അവിടെ എത്തിയ ശേഷം അവരെ തിരിച്ചും ഇവിടേക്ക് അതുപോലെ തന്നെ എത്തിക്കും. വിവിധ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് വന്ന ആളുകളാണ്. ഞാൻ പറയുന്നതിൽ ശബ്ദത്തിൽ വ്യക്തതക്കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടെ ചില കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വലിയ ശബ്ദമുണ്ട്. അതിനാൽ ശബ്ദത്തിൽ വ്യക്തതക്കുറവുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇവിടെ പരിപാടികൾ, ഇവിടെ കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുക്കുന്നു. ഇവിടെ മാത്രമല്ല, 3 ഇടങ്ങളിലാണ് ഒരേ സമയം പരിപാടി നടക്കുന്നത്. നേമൻ റെയിൽവേ സ്റ്റേഷൻ, പുതിയ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, 3 ഇടങ്ങളിൽ ഒരുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ പുറപ്പെടൽ കർമ്മത്തിനായി കാത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. നമ്മൾ അമൽ പറഞ്ഞ ആ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരെയുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസിനും ഇന്ന് തുടക്കമാവുകയാണ്. അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും തൃശൂർ എം പിയുമായ സുരേഷ് ഗോപി ആയിരിക്കും നിർവഹിക്കുക. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സമയം 10 മണിയായിട്ടുണ്ട്. 10 മണിക്കാണ് ശംഖുമുഖത്തെ സ്പെഷ്യൽ ടെർമിനലിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുത്തരിക്കണ്ടത്ത് നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇതാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന പരിപാടി സമയക്രമം എന്ന് പറയുന്നത്. നമുക്ക് അലങ്കരിച്ച ട്രെയിൻ കാണാൻ കഴിയുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. MS ലിഷോയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, തൃശ്ശൂരുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പരാതിയായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അവിടേക്ക് പോകാൻ വളരെ എളുപ്പം കഴിയുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ. അത് ആ ആവശ്യം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് ഗുരുവായൂർ പാസഞ്ചർ
തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് പ്രധാനമന്ത്രി ഓൺലൈനായി തൃശ്ശൂരിൽ നിർവഹിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് അതേ ചടങ്ങിനൊപ്പം തന്നെയാണ് ഇവിടെയും ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത്. തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് ഇത് നിർത്തിവെച്ചതാണ്. പിന്നീട് ഇത് വീണ്ടും തുടങ്ങിയിരുന്നില്ല. പക്ഷേ വളരെ നാളുകളായുള്ള ഒരു ഈ റെയിൽവേ യാത്രക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ പാസഞ്ചർ ട്രെയിൻ പുനഃസ്ഥാപിക്കണം എന്നുള്ളത്. പിന്നീട് ഈ തൃശ്ശൂരിലെ MP-യും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലവുമാണ് പിന്നീട് ഈ ട്രെയിൻ സർവീസ് വീണ്ടും ആരംഭിക്കാനായി തീരുമാനമായത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 2 സർവീസുകളാണ് ഉള്ളത്. അത് വൈകുന്നേരം മാത്രമാണ് 2 സർവീസുകൾ ഉള്ളത്. അതായത് വൈകുന്നേരം 6:30 ശേഷം ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിൽ നിന്നൊരു സർവീസ്, അതിനുശേഷം 8 മണിക്ക് വീണ്ടും ഒരു സർവീസ്. അങ്ങനെ 2 സർവീസുകൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ ഒരു തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ വീണ്ടും ആരംഭിക്കുന്നതോടുകൂടി റെയിൽവേ യാത്രക്കാർക്ക്, ട്രെയിൻ യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ഒരു ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിൽ നിന്ന് എത്താനായി നിലവിൽ കേച്ചേരിയിലെയും പുഴയ്ക്കൽ പാടത്തെയും എല്ലാം തന്നെ ബ്ലോക്ക് വലിയ തോതിൽ ഉണ്ട്. ഗതാഗത കുരുക്കിലൊക്കെ തന്നെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നേരം കിടന്ന് വേണം ഇങ്ങോട്ടേക്ക് എത്താനായി. അതിൽ ഒരു പരിഹാരം എന്നോണം ഇത് ഗുണകരമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് എന്തായാലും എല്ലാവർക്കും ഉള്ളത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഓൺലൈനായി ഇവിടുത്തെ ട്രെയിൻ സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അതേ സമയത്തായിരിക്കും തൃശ്ശൂരിലും നമ്മൾ ഈ കാണുന്ന ഗുരുവായൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കുക. നമുക്ക് കാണാം, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തും. അത് കഴിഞ്ഞ് പുത്തരിക്കണ്ടം വരെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശംഖുമുഖം മുതൽ പുത്തരിക്കണ്ടം വരെ ഒരു വിപുലമായ റോഡ് ഷോ തന്നെയാണ് BJP പ്രവർത്തകർ പ്ലാൻ ചെയ്തിരിക്കുന്നത്.